ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മിക്സ് വെജ് പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീട്ടിലുള്ള കണ്ണി കണ്ട എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്കോട നമുക്കുണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ഒരു ചെരുവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികളൊക്കെ തീരെ നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടല്ലോ ഒരു മീഡിയം സൈസ് സവോള, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തു, ഒരു കോളിഫ്ലവറിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു, പിന്നെ ഇത് ക്യാരറ്റ് ഒരെണ്ണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തു, ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം അതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഈ ക്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ടാലും മതി കേട്ടോ, ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പിന്നെ പച്ചമുളക് 2 പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടു, ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞിട്ടു, കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു ഏകദേശം ഒരു ടീസ്പൂണിന് മേലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നത്. മീറ്റ് മസാല തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ മീറ്റ് മസാല, ചിക്കൻ മസാല ഒന്നും ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകിന് പകരം മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറേശ്ശെയായിട്ട് കടലമാവിട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് കടലമാവ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്, നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിരിക്കുമ്പം എണ്ണയിലിട്ട് വറുത്ത് പോരുമ്പോഴുണ്ടല്ലോ ഈ പച്ചക്കറികളെല്ലാം കൂടി ഒന്ന് വിട്ടു പോകുമല്ലോ. അപ്പം അതൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കടലമാവ് വേണം, അത്രയും മതി. അപ്പം നമുക്കിതൊന്ന് ഈ കടലമാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം തളിച്ച് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടി നോക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ കയ്യിലിങ്ങനെ പിടിക്കാൻ പാകത്തിന്, ഉരുണ്ട് ഇരിക്കാൻ പാകത്തിന്, അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ ഇതങ്ങ് വിട്ടു പോരാൻ പാടില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉരുട്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഉരുണ്ടങ്ങ് ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതിങ്ങനെ ഒന്ന് തൊട്ട് കഴിയുമ്പോഴേക്കും അങ്ങ് വിട്ടു പോകുന്ന പോലെയാണ് കേട്ടോ. അന്നേരം അങ്ങനെയുള്ളപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുമ്പോഴേ ഈ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് പൊടിഞ്ഞ് വീഴും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി കൂടെ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കൂടെ വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ്. ഒരുപാട് ലൂസും ആയി പോകരുത്, എന്നാൽ ഒരുപാട് നമുക്ക് ഈ ഉരുള ഉരുട്ടി എടുക്കാൻ പാകത്തിനായി കിട്ടുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉരുട്ടി നല്ല ആ ഒരു ഷേപ്പിലാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ട് കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. എന്തായാലും ഇത് വിട്ടു പോകാതിരിക്കാൻ പാകത്തിന് നമ്മൾ കടലമാവ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ച് കഴിഞ്ഞപ്പം ഈ ഒരു പരുവത്തിനാണ് വന്നത് കേട്ടോ. പിന്നെ ഞാൻ കടലമാവൊന്നും ഇടാൻ പോയില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ടിടാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂണും കോരിയും ഇടാം, ഒരു ചെറിയൊരു ലൂസ് പരുവത്തിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലൂസല്ല, ചെറിയൊരു എന്നാൽ ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുമ്പം അങ്ങ് വിട്ടു പോകത്തില്ല. അപ്പോൾ ആ ഒരു പരുവത്തിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റവിൽ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കൈ കൊണ്ട് കുറേശ്ശെയായിട്ട് കോരിയിട്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട് തന്നെ കോരിയിടുകയാണ് ചെയ്തത്. കയ്യിൽ മുഴുവൻ ഒട്ടിപ്പിടിക്കായിരുന്നു. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറമെയൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ ഇതിൽ കൂടുതൽ എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഏത് എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോഴും ആ മാവ് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇടുന്ന സമയത്തും കോരി എടുക്കുന്ന സമയത്തും തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കാണെങ്കിൽ 1 മിനിറ്റ് തന്നെയൊന്നും വേണ്ട കേട്ടോ. അത് ആ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിട്ട് പിന്നെ ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കത് തീ കുറച്ചിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാവിടുമ്പോഴും ഇത് വറുത്ത് കോരി എടുക്കണ നേരത്തും തീ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ഈ പലഹാരത്തിൽ കുടിക്കത്തില്ല. അത് സാധാരണ എല്ലാ എണ്ണ പലഹാരങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു എണ്ണ പലഹാരം ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ അത് മാത്രമേ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇടാം. അതായത് തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെ ഈ പലഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ലാത്ത ചില പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ഇടാൻ പാടില്ലാത്തുള്ളൂ. ഉരുളക്കിഴങ്ങോ ക്യാബേജോ അതുപോലെ ചീര, മല്ലിയില, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയും ഇതിൽ ചേർക്കാട്ടോ. നമ്മുടെ അടുത്തുള്ള ബാക്കി എല്ലാത്തരം പച്ചക്കറികളും കുനുകുനാന്ന് അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുവാണെങ്കിൽ അത്രയും പച്ചക്കറിയുടെ ഗുണം അങ്ങ് കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഈ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വറുത്ത് കോരി എടുത്ത് കഴിയുമ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഒരു അരിപ്പ പാത്രത്തിലേക്ക്, അതായത് എണ്ണയൊക്കെ നല്ലപോലെ വാർന്നു പോകാൻ പറ്റിയ രീതിയിലുള്ള അരിപ്പ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലപോലെ എണ്ണ അങ്ങ് വാർന്ന് കിട്ടിക്കോളും.
ഈ അരിപ്പത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തട്ടിയെടുത്തിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ, ടിഷ്യൂ പേപ്പറിലൊന്നും ഇട്ട് വെക്കാറില്ല ഞാൻ. സാധാരണ കുറേ ആൾക്കാർ ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ, പകുതി ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇതിനകത്ത് പിടിച്ചിരിക്കുകയുള്ളൂ, പറ്റി പിടിച്ചൊക്കെ ഇരിക്കുകയെ. അപ്പോൾ അതിലും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയുക, നമ്മളുടെ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് നേരം അങ്ങ് ഇട്ട് വെക്കുമ്പോഴേക്കും അതങ്ങ് ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും അതിലെ എണ്ണ അങ്ങ് വാർന്നു പൊക്കോളും. കുട്ടികളെയൊക്കെ പച്ചക്കറിയൊക്കെ തീറ്റിക്കാൻ വേണ്ടിയിട്ടേ നല്ലൊരു ബെസ്റ്റ് ഐഡിയ ആണിത് കേട്ടോ. എന്താ പറയുക, മിക്കവാറും പേരൻസൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കാണാം. എന്നുവെച്ചാൽ കുട്ടികൾക്ക് പച്ചക്കറി കഴിക്കാൻ മടിയാണ്. വീട്ടിലുള്ള മുതിർന്നവർക്കും പലർക്കും പച്ചക്കറി കഴിക്കാൻ മടിയാണ്. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, മിക്കവാറും കുട്ടികൾക്കും പച്ചക്കറി എന്ന് കഴിക്കാൻ തോരൻ, അതുപോലെ പച്ചക്കറികളൊന്നും കഴിക്കത്തേയില്ല. അപ്പോൾ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ അങ്ങ് അവരുടെ അകത്ത് ചെന്നുള്ളൂല്ലോ. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക മാത്രമല്ല, പച്ചക്കറി കഴിക്കണില്ല എന്ന് പരാതി പറയുന്ന പേരൻസിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. അവരും കൂടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് തീറ്റിച്ചോട്ടെ, അവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.